നമ്മുടെ ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ പല തീരുമാനങ്ങളും എടുക്കാറുണ്ടല്ലേ. വിവാഹം കഴിക്കാതെ സ്വതന്ത്രരായി കഴിയാമെന്ന് ചിലർ കരുതും. പ്രത്യേകിച്ച് ഇക്കാലത്ത് ഈ പ്രവണത കൂടുതലും യുവതികൾക്കിടയിലാണ്. അവിവാഹിതരായ സ്ത്രീകൾക്ക് നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കുറേ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അവരുടെ ജീവിതത്തിലേക്ക് പലരും ഒളിഞ്ഞു നോക്കാം. ഒടുവിൽ പ്രായം പിന്നിട്ട് മധ്യവയസ്കരാകുമ്പോഴോ വാർദ്ധക്യത്തിലേക്ക് അടുക്കുമ്പോഴോ ആണ് ഒരു കൂട്ടിനെക്കുറിച്ച് പലരും ചിന്തിക്കുന്നത്. ഇനിയുള്ള കാലം ആര് നോക്കും? നമ്മുടെ സ്വത്തെല്ലാം അന്യാധീനപ്പെട്ടു പോകുമോ? അങ്ങനെയുള്ള ചിന്തകൾ ഒരുപക്ഷെ അലട്ടാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം കുന്നത്തുകാലിലെ ശാഖാകുമാരിയുടെ ജീവിതത്തിൽ സംഭവിച്ചതും അതാണ്. 52-ാം വയസ്സിൽ 28-കാരനെ പ്രണയിച്ച് വിവാഹം കഴിച്ച ശാഖാകുമാരിയെ സ്വത്തിൻ്റെ പേരിൽ ഭർത്താവ് തന്നെ കൊലപ്പെടുത്തിയ കേസ്. ആ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. അൻപത്തിരണ്ട് വയസ്സുവരെയും അവിവാഹിതയായി ജീവിച്ചതാണ് നെയ്യാറ്റിൻകര കുന്നത്തുകാലിലെ ശാഖാകുമാരി. വിവാഹം വേണ്ടെന്ന് വെച്ച് കഴിയുമ്പോഴാണ് 28 വയസ്സുള്ള അരുണുമായി പരിചയത്തിലാകുന്നത്. ആ സൗഹൃദം പ്രണയമായി വളർന്നു. ശാഖാകുമാരിയുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്ത് തട്ടിയെടുക്കാനായിരുന്നു അയാളുടെ നീക്കം. എന്നാൽ തൻ്റെ സ്വത്തുക്കൾക്ക് അവകാശിയായ ഒരു കുഞ്ഞ് ജനിക്കണമെന്ന ആഗ്രഹം പിന്നീട് വിവാഹത്തിലെത്തി. പക്ഷേ ആ ദാമ്പത്യ ബന്ധം അധികം നീണ്ടില്ല. വിവാഹം കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം എല്ലാവരും കേട്ടത് ശാഖാകുമാരിയുടെ മരണവാർത്തയാണ്. സ്വത്ത് തട്ടിയെടുക്കാനായി ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അരുണിന് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. സംഭവം നടന്ന് 4.5 വർഷത്തിന് ശേഷമാണ് ശിക്ഷാവിധി. നെയ്യാറ്റിൻകര അതിയന്നൂർ സ്വദേശി അരുണിനെയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി AM ബഷീറാണ് ശിക്ഷ വിധിച്ചത്. കുന്നത്തുകാൽ വില്ലേജിൽ ത്രേസ്യാപുരം പ്ലാങ്കാല പുത്തൻ വീട്ടിൽ ശാഖാകുമാരി എന്ന 52 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഡിസംബർ 26 പുലർച്ചെ 1:30-ക്കാണ് കേസിനാസ്പദമായ സംഭവം. 2020 ഒക്ടോബർ 29-ന് വിവാഹം കഴിക്കുമ്പോൾ ശാഖാകുമാരിക്ക് 52 വയസ്സും അരുണിന് 28 വയസ്സുമായിരുന്നു പ്രായം. വിവാഹം വേണ്ടെന്ന് വെച്ച് കഴിയുകയായിരുന്നു ശാഖാകുമാരി. ഇതിനിടെയാണ് ഇലക്ട്രീഷ്യനായ അരുണുമായി പ്രണയത്തിലാകുന്നത്. വലിയ സ്വത്തിന് ഉടമയായിരുന്നു ശാഖാകുമാരി. തന്റെ സ്വത്തുക്കൾക്ക് അവകാശിയായി ഒരു കുഞ്ഞ് ജനിക്കണമെന്ന ആഗ്രഹമാണ് പ്രണയത്തിലും പിന്നീട് വിവാഹത്തിലും കലാശിച്ചത്. 50 ലക്ഷം രൂപയും 100 പവൻ സ്വർണവുമായിരുന്നു അരുൺ വിവാഹ പാരിതോഷികമായി ഡിമാൻഡ് ചെയ്തത്. ക്രിസ്ത്യൻ മതാചാര പ്രകാരം നടന്ന വിവാഹത്തിൽ വരന്റെ ഭാഗത്തു നിന്ന് ഒരു സുഹൃത്ത് മാത്രമാണ് പങ്കെടുത്തത്. വിവാഹം രഹസ്യമായിരിക്കണമെന്നും വിവാഹ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കരുതെന്നും പ്രതി നിർബന്ധം പിടിച്ചിരുന്നു. എന്നാൽ ശാഖാകുമാരിയുടെ ബന്ധുക്കളിൽ ചിലർ വിവാഹ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് അരുണിനെ ചൊടിപ്പിച്ചു. പ്രതി ധാരാളം പണം കൈപ്പറ്റിയതിനു പുറമെ കാർ, ബൈക്ക് തുടങ്ങിയവയും ശാഖാകുമാരിയുടെ പണം ഉപയോഗിച്ച് വാങ്ങി. പക്ഷേ കുട്ടികൾ വേണമെന്ന ആവശ്യത്തിൽ നിന്നും അരുൺ വിമുഖത കാണിച്ചു. ശാഖാകുമാരിയെ തെളിവില്ലാതെ കൊലപ്പെടുത്തി നിയമപരമായി ഭർത്താവ് എന്ന നിലയിൽ സ്വത്തുക്കളുടെ അവകാശിയായി മാറുക എന്നതായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. ഇലക്ട്രീഷ്യനായ പ്രതി ഒരിക്കൽ വീട്ടിൽ വെച്ച് ഓവൻ റിപ്പയർ ചെയ്യുന്നതിനിടെ ശാഖാകുമാരിയുടെ കയ്യിൽ ഷോക്കേൽപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു. അന്ന് ശാഖാകുമാരി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തുടർന്നാണ് ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് ബന്ധുക്കൾ പിരിഞ്ഞ ശേഷം വീണ്ടും ശാഖാകുമാരിയെ അപായപ്പെടുത്താനുള്ള നീക്കം നടത്തിയത്. അങ്ങനെ 2020 ഡിസംബർ 25-ന് ക്രിസ്മസ് രാത്രിയിൽ ബന്ധുക്കൾ പിരിഞ്ഞ ശേഷം പ്രതി ഭാര്യയെ കൊല്ലാൻ മുൻകൂട്ടി പദ്ധതിയിടുകയായിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം ഡിസംബർ 26-ന് പുലർച്ചെ 1:30-ഓടെ അരുൺ കിടപ്പുമുറിയിൽ വെച്ച് ശാഖാകുമാരിയുടെ വായുമുഖവും അമർത്തി ശ്വാസം മുട്ടിച്ചു. ഭാര്യ ബോധരഹിതയായതോടെ വലിച്ചിഴച്ച് വീട്ടിലെ ഹാളിലെത്തിച്ച് അവിടെ കിടത്തി. തുടർന്ന് മുൻകൂട്ടി കരുതി വെച്ചിരുന്ന പ്ലഗും വയറും ഉപയോഗിച്ച് സമീപത്തെ ഷോക്കേസിലെ ഇലക്ട്രിക് സോക്കറ്റിൽ നിന്നും ശാഖാകുമാരിയുടെ വലത് കൈത്തട്ടയിലും
മൂക്കിലേക്കും വയർ ബന്ധിപ്പിച്ച് അതിലൂടെ വൈദ്യുതി കടത്തിവിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവം അപകടമരണമായി ചിത്രീകരിക്കാൻ സീരിയൽ ബൾബ് സെറ്റ് ശാഖാകുമാരിയുടെ ദേഹത്തിടുകയും ചെയ്തു. വെള്ളറട പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എം ശ്രീകുമാർ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അരുൺ കുടുങ്ങിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. ലഹരിക്കടിമകളായ യുവാക്കൾ സ്വന്തം മാതാപിതാക്കളെ കൊലപ്പെടുത്താൻ പോലും മടിക്കില്ല. ചെറിയ പ്രകോപനം മതി അവരെ അക്രമികളാക്കാൻ. കാസർഗോഡ് ഉപ്പളയിൽ ഉറങ്ങിക്കിടന്ന അമ്മയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ലഹരിക്കടിമയായ മകനാണ്. ഉപ്പള മണിമുണ്ട സ്വദേശിയായ മുഹസീനാണ് മാതാവ് ഷമീം ബാനുവിനെ ആക്രമിച്ചത്. ആഴത്തിൽ മുറിവേറ്റ അമ്മയുടെ നില ഗുരുതരമാണ്. പ്രതിയെ മാതാവ് മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചായിരുന്നു ആക്രമണം. ഇയാൾ വീട്ടിൽ പതിവായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നുവെന്ന് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നു. ഉപ്പള മണിമുണ്ടയിൽ പുലർച്ചെ 3 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം. ഉറങ്ങിക്കിടന്ന മാതാവിനെ മകൻ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആഴത്തിൽ മുറിവേറ്റ മാതാവിന്റെ നില ഗുരുതരമാണ്. സംഭവം നടന്ന വീട്ടിലെ മുറിയിൽ രക്തം തളം കെട്ടിയ നിലയിലാണ്. ഷെയ്ഖ് ആദം ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അഷ്റഫിന്റെ ഭാര്യ ഷമീം ബാനുവിനാണ് വെട്ടേറ്റത്. മുഖത്തും കഴുത്തിനും കൈകൾക്കും ഉൾപ്പെടെ വെട്ടേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകൻ മുഹസിൻ അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി ലഹരിക്കടിമയാണെന്ന് സംശയമുണ്ട്. ഇയാൾ മാതാവിനൊപ്പമാണ് താമസം. ഷമീം ബാനുവിന്റെ വൃദ്ധയായ മാതാവ് ബി ഫാത്തിമയും ഇവർക്കൊപ്പമാണ് താമസം. പുലർച്ചെ കത്തിയുമായി മുറിയിൽ കയറിയ പ്രതി മാതാവിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ വെട്ടുകയായിരുന്നു. പ്രതിയെ മാതാവ് മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ആക്രമണം. വെട്ടേൽക്കുന്ന സമയം ചിതറിത്തെറിച്ച രക്തം മുറിക്കുള്ളിലെ ഭിത്തിയിലപ്പാടെ കാണാം. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. കേരളത്തിലെ പല വീടുകളിലും ഇപ്പോൾ മാതാപിതാക്കൾ തനിച്ചാണ് കഴിയുന്നത്. കിടപ്പ് രോഗിയാണെങ്കിലും നോക്കാൻ മക്കൾ പോലും തയ്യാറല്ല. ഒടുവിൽ സ്വന്തം അച്ഛനമ്മമാരെ പരിചരിക്കാൻ ഹോം നേഴ്സുമാരെ നിയോഗിക്കും. എന്നാൽ എല്ലാ ഹോം നേഴ്സുമാരെയും അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? പത്തനംതിട്ടയിൽ അൽഷിമേഴ്സ് രോഗബാധിതനായ 59-കാരനോട് ഹോം നേഴ്സ് കാട്ടിയ ക്രൂരത കരളലിയിപ്പിക്കുന്നതാണ്. പാറപ്പെട്ടി സ്വദേശി ശശിധരൻ പിള്ളയാണ് മർദ്ദനത്തിനിരയായത്. രോഗിയെ നഗ്നനാക്കി നിലത്തിട്ട് വലിച്ചിഴയ്ക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. സംഭവത്തിൽ വീട്ടിൽ ജോലി ചെയ്തിരുന്ന വിഷ്ണുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതി ലഹരിക്കടിമയെന്നാണ് സൂചന. ശശിധരൻ പിള്ളയ്ക്കാണ് സമാനതകളില്ലാത്ത ഹോം നഴ്സിന്റെ ക്രൂര മർദ്ദനമേറ്റത്. ശശിധരൻ പിള്ളയെ വീട്ടിൽ നഗ്നനാക്കി മർദ്ദിച്ച ശേഷം നിലത്തിട്ട് വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പത്തനംതിട്ട തട്ടപ്പറപ്പെട്ടി സ്വദേശി ശശിധരൻ പിള്ള അൽഷിമേഴ്സ് രോഗബാധിതനാണ്. അടൂരിലെ ഏജൻസി വഴിയാണ് വിഷ്ണു എന്ന ഹോം നഴ്സിനെ ബന്ധുക്കൾ ജോലിക്ക് നിർത്തിയത്. ഇക്കഴിഞ്ഞ 22-ാം തീയതി ശശിധരൻ പിള്ള വീണു പരുക്കുപറ്റിയെന്നാണ് തിരുവനന്തപുരം പാറശാലയിലുള്ള ബന്ധുക്കളെ ഹോം നഴ്സ് വിഷ്ണു അറിയിച്ചത്.
ആദ്യം അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കുമായി പരുമല ആശുപത്രിയിലേക്കും മാറ്റി. ഗുരുതരമായി പരിക്കേറ്റതിൽ സംശയം തോന്നിയ ബന്ധുക്കൾ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. തുടർന്ന് ബന്ധുക്കൾ കൊടുമൺ പോലീസിൽ പരാതി നൽകി. BSFൽ നിന്ന് VRS എടുത്ത ശശിധരൻ പിള്ള ഏറെ നാളായി മറവി രോഗത്തിന്റെ ചികിത്സയിലാണ്. 1.5 മാസം മുൻപാണ് അടൂറുള്ള ഏജൻസി വഴി വിഷ്ണുവിനെ ഹോം നഴ്സായി ജോലിക്ക് വീട്ടിൽ നിർത്തിയത്. ശശിധരൻ പിള്ള ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ആ രാത്രി കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ ഡ്രൈവറായ ജയേഷിന് പെട്ടെന്നങ്ങ് മറക്കാൻ കഴിയില്ല. തിരുവാതുക്കലിൽ പോകണമെന്ന് പറഞ്ഞാണ് ഒരു യുവാവ് ഓട്ടോയിൽ കയറിയത്. യാത്രക്കിടെയും ഒന്നും സംസാരിച്ചിരുന്നില്ല. തുടർന്ന് തിരുവാതുക്കൽ കവലയിൽ അയാളെ ഇറക്കി വിട്ടു. ഒരു ദിവസം കഴിഞ്ഞാണ് അയാൾ ഒരു കൊടും കുറ്റവാളിയാണെന്ന് മനസ്സിലായത്. തിരുവാതുക്കൽ ഇരട്ട കൊലപാതകത്തിൽ ഓട്ടോ ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ കേസിൽ നിർണായകമാണ്. പ്രതിയുടെ പെരുമാറ്റത്തിൽ തനിക്ക് ഒരു സംശയവും തോന്നിയില്ല എന്ന് ഓട്ടോ ഡ്രൈവർ ജയേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. ഇതോടൊപ്പം പ്രതി അമിത് ഒറാങ് കൊലപാതകത്തിനായി എത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പ്രതി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊലപാതകത്തിന് പുറപ്പെട്ട് തെളിവ് നശിപ്പിച്ച് മടങ്ങുന്നത് വരെയുള്ള സമഗ്ര ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. തിരുവാതുക്കൽ കവലയിലേക്ക് ഓട്ടോയിലാണ് പ്രതി സഞ്ചരിച്ചത്. രാത്രി 12:10 ഇവിടെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നതും വ്യക്തമാണ്. പിന്നീട് അരമണിക്കൂറോളം പ്രതി കാത്തിരുന്നു. തുടർന്ന് 12:35 കൊല ചെയ്യാനായി വീട്ടിലേക്ക്. കൊലപാതകത്തിന് ശേഷം 3:42 പ്രതി പുറത്തേക്ക് പോകുന്നത്. DVR നശിപ്പിക്കാനായി പ്രതി പോകുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. കേസിലെ നിർണായക സാക്ഷിയായ ഓട്ടോ ഡ്രൈവർ ജയേഷും സംഭവത്തെക്കുറിച്ച് ന്യൂസ് 18നോട് പ്രതികരിച്ചു. മലയാളത്തിൽ സംസാരിച്ച അമിത്തിന്റെ പെരുമാറ്റത്തിൽ നിന്ന് അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. മലയാളം സംസാരിച്ചത്, പിന്നെ ഒരാളെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏകാത്മി എന്ന് ഹിന്ദിയിലാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആളുടെ വേഷം കട അന്നേരം ഒരു കുഴപ്പം തോന്നില്ല. ഒരു ജെന്റിൽമാൻ ലുക്ക്, ഒരു കാച്ചട്ടയും പെർമുട, നല്ല ബനിയൻ, അതൊക്കെ ഇട്ടേ. CCTV ദൃശ്യങ്ങൾക്ക് പുറമെ നിർണായകമായ വിരലടയാളങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവ് ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. അവനെ നല്ലോണം തല്ലി കണ്ണടിച്ചു പൊട്ടിച്ചു. ഇനി മേലാൽ ഞങ്ങളുമായി ഒരു പ്രശ്നത്തിനും വരരുത്. വന്നാൽ അവസ്ഥ ഇതിലും ഭീകരമായിരിക്കും. കേരളത്തിലെ ഏതെങ്കിലും ഗുണ്ടാ സംഘത്തിന്റെ കൊലവിളി അല്ലിത്. മലപ്പുറം അരീക്കോട്ടെ 10ാം ക്ലാസ്സുകാരായ ഒരു പറ്റം കുട്ടിക്കുറ്റവാളികളുടെ വെല്ലുവിളിയാണ്. 15-കാരനെ ക്രൂരമായി തല്ലിച്ചതച്ച ശേഷമാണ് 6-അംഗ സംഘം സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണി മുഴക്കിയത്. മാസങ്ങൾക്ക് മുൻപുള്ള പ്രശ്നങ്ങളുടെ പക വീട്ടാനായിരുന്നു കായിക താരം കൂടിയായ വിദ്യാർത്ഥിക്ക് നേരെയുള്ള ആക്രമണം. സംഭവത്തിൽ
പ്രായപൂർത്തിയാകാത്ത 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഗുരുതരമായി പരിക്കേറ്റ വടക്കംമുറി സ്വദേശി മുബീൻ മുഹമ്മദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മലപ്പുറം മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥി വടക്കുംമുറി സ്വദേശി മുബീൻ മുഹമ്മദിനാണ് ഗുരുതര മർദ്ദനമേറ്റത്. സ്പോർട്സ് ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് സ്കൂളിന് സമീപത്ത് വെച്ച് 6 അംഗ സംഘം വിദ്യാർത്ഥിയെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. പിന്നീട് ചോര വന്നത് കാരണം അവർ മടങ്ങിപ്പോയി. മർദ്ദനത്തിന് ശേഷം അക്രമി സംഘം ഭീഷണി മുഴക്കിയതായും മുബീൻ പറഞ്ഞു. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഞാനും വേറൊരുത്തനും ഇങ്ങനെ ചെറിയ വാക്തർക്കൊക്കെ ഉണ്ടായിനി. പിന്നെ സ്കൂളുകാർ അന്ന് തന്നെ ഇതാക്കി ഇട്ടതാ. പിന്നെ ഞാൻ സ്കൂളിന് സ്പോർട്സിന് ക്യാമ്പയിന് ഇന്നലെ വരുമ്പോൾ കുറച്ച് ചെക്കന്മാർ ഒരു 6 ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അടിച്ചതാ. ആദ്യം വേറെ സ്ഥലത്തേക്ക് വിളിച്ചു. അതിൽ ഞാൻ അങ്ങോട്ടൊന്നും ഇല്ല, ഞാൻ അതിൽ കൂടെ പോലെ പറഞ്ഞു. അപ്പോൾ ആളില്ലാത്ത സ്ഥലത്തെത്തിയപ്പോൾ കല്ലെടുത്ത് കിട്ടി. പിന്നെ തലമേലുണ്ട്, തലയിലേക്കില്ല, അങ്ങനെയൊക്കെ അടിച്ച് കുറേ ആൾക്കാരൊന്നും അടിച്ചു. കണ്ണിനും മുഖത്തും തലയ്ക്കും പരിക്കേറ്റ് മുബീൻ അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇനി മേലാൽ ഞങ്ങളുമായി ഒരു പ്രശ്നത്തിന് വരരുത്, വന്നാൽ നിന്റെ അവസ്ഥ ഇതിലും ഭീകരമായിരിക്കും എന്നായിരുന്നു ഭീഷണി. മർദ്ദിച്ചതിന് ശേഷം അവനെ നല്ലോണം തല്ലി കണ്ണടിച്ച് പൊട്ടിച്ചു എന്നൊക്കെ പറയുന്ന വോയിസ് ക്ലിപ്പും പുറത്തിറങ്ങി. ക്രിസ്മസ് പരീക്ഷാക്കാലത്തുണ്ടായ വാക്കുതർക്കത്തിന്റെ പക വീട്ടാനായിരുന്നു ആക്രമണം. അരീക്കോട് പോലീസിൽ പരാതി നൽകിയിട്ടും മൊഴിയെടുക്കാൻ വരാൻ വൈകിയെന്നും ബന്ധുക്കൾ ആരോപിച്ചു. താമരശ്ശേരി ഷഹബാസ് മരിച്ച പോലെ ഇനി ആർക്കും ഇത്തരത്തിൽ സംഭവിക്കാൻ പാടില്ലെന്നും അക്രമികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം നടത്തുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. ചെക്കൻ ക്യാമ്പ് കഴിഞ്ഞ് വരുന്ന വെയ്ക്കുന്ന ഒരു വ്യക്തി കൊണ്ടുപോയി അടിക്കണേ. നമുക്ക് ഇപ്പോൾ അതെന്താ അറിയില്ല. ഇത് താമരശ്ശേരി ഷഹബാസിന്റെ അതേ ആവർത്തനമാണ് ഇത് സംഭവിച്ചത്. അവര് കൊല്ലാനുള്ള ഇതിലെന്നേനി, ഒരു ശ്രമത്തിലെന്നേനി. എന്തോ ഒരു ഭാഗ്യത്തിന് അവൻ കഴിച്ചിലായി. ചെറിയ പരിക്കോടൊക്കെ ഇപ്പം കഴിച്ചിലായി. സ്ഥിതി നമ്മൾ ഇനി ഫുള്ള് അതിൻ്റെ കേസായിട്ട് നിയമ നടപടികൾക്ക് ഇനി എന്ത് ഇത് വന്നാലും അതിൻ്റെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചത്. ഇനി അങ്ങനത്തെ ഒരു ആവർത്തിക്കരുതെന്നില്ല ഒരിതാണ് നമുക്കുള്ളത്. വിദ്യാർത്ഥിയെ ആക്രമിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച 6 അംഗ സംഘത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. ഒരാളെ തല്ലിയാലും കൊന്നാലും പ്രായപൂർത്തിയാകാത്തവരാണെങ്കിൽ പ്രായത്തിന്റെ ആനുകൂല്യം കിട്ടുമോ? കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ പ്രതികൾ കരുതിയത് പ്രായം പരിഗണിച്ച് കേസിൽ നിന്നും രക്ഷപ്പെടാമെന്നാണ്. എന്നാൽ സംഭവം നടന്ന് 2 മാസമാകുമ്പോഴും ആ കുട്ടി കുറ്റവാളികൾ അഴിക്കുള്ളിൽ തന്നെയാണ്. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജാമ്യം നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്ന് നിരീക്ഷിച്ചാണ് കോടതി ഹർജി തള്ളിയത്. ജാമ്യം എല്ലാ ഘട്ടത്തിലും അവകാശമല്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയായ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്നും ജാമ്യം നൽകിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നും കോടതി. പ്രതികൾക്ക് ഭീഷണി കത്തുകൾ വന്നിട്ടുണ്ട്. ഹൈക്കോടതി അവധിക്കാല ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കോഴിക്കോട് ജുവനൈൽ ഹോമിലാണ് 6 വിദ്യാർത്ഥികളുമുള്ളത്. കേസിൽ മെയ് 29-നകം കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് താമരശ്ശേരി പോലീസ്. എളേറ്റിൽ വട്ടോളി MG ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് ഷഹബാസ്. ട്യൂഷൻ സെന്ററിലുണ്ടായ യാത്രയപ്പ് ചടങ്ങിലെ പ്രശ്നങ്ങളെ തുടർന്നാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആസൂത്രിതമായി മർദ്ദിച്ചു കൊന്നത്. ന്യൂസ് 18 കൊച്ചി. സമൂഹ മാധ്യമങ്ങളിലൂടെ നടിമാർക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തുന്ന ഒരു വഷളനാണ് ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ആരെയും വൃത്തികേട് പറയും. ഇയാളുടെ വഷൾത്തരങ്ങൾ കേട്ട് കൈയടിക്കാനും ചിരിക്കാനും കുറെ ആളുകളുമുണ്ട്. എന്നാൽ ഇത്തവണ സന്തോഷ് വർക്കിക്ക് പണി കിട്ടാനാണ് സാധ്യത. നടി ഉഷാ ഹസീന, ഭാഗ്യലക്ഷ്മി
കുക്കു പരമേശ്വരൻ എന്നിവരെ കുറിച്ച് അശ്ലീല പരാമർശം നടത്തിയതിന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ നടിമാർക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തിയെന്നും നടിമാരെ അപമാനിച്ചെന്നുമുള്ള പരാതിയിലാണ് എറണാകുളം നോർത്ത് പോലീസിന്റെ നടപടി. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം മോശം സ്വഭാവക്കാരാണെന്നായിരുന്നു സന്തോഷ് വർക്കിയുടെ പരാമർശം. ഇതിനെതിരെ നടിമാർ തന്നെ രംഗത്തെത്തിയതോടെയാണ് ആറാട്ടണ്ണൻ കുടുങ്ങിയത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നടിമാരുടെ പരാതിയിലാണ് അറസ്റ്റെന്ന് എറണാകുളം സെൻട്രൽ ACP ജയകുമാർ വ്യക്തമാക്കി. BNS 75(1)(4)(67) IT ആക്ട് തുടങ്ങിയ വകുപ്പുകളാണ് സന്തോഷ് വർക്കിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇവിടെ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 75(1)(4) BNS, അതുപോലെ തന്നെ 67 IT ആക്ട്. കസ്റ്റഡി എടുത്തത് മറ്റേ നമ്മുടെ സ്ക്വാഡുകാരാണ്. സ്ഥലം അവര് താമസ സ്ഥലത്ത് നിന്നാണ്, വേറെ ഫംഗ്ഷന്റെ സ്ഥലത്തൊന്നുമല്ല, താമസ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത. പരാതിക്കാർ ഒരുപാടുണ്ട്, പക്ഷെ നമ്മളിപ്പോൾ ഒരു പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. നടിമാർക്കെതിരായ പരാമർശം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നും ഇയാൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് നടി ഉഷ ഹസീന ആലപ്പുഴ DYSPക്ക് പരാതി നൽകിയിരുന്നു. 40 വർഷമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തന്നെ സന്തോഷ് വർക്കിയുടെ പരാമർശം വേദനിപ്പിച്ചെന്നും ഉഷ പരാതിയിൽ വിശദീകരിച്ചിരുന്നു. ഉഷയ്ക്ക് പുറമെ ചലച്ചിത്ര പ്രവർത്തകരായ ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ തുടങ്ങിയവരാണ് സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയത്. സന്തോഷ് വർക്കിയുടെ നിരന്തരമുള്ള പരാമർശങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് നടിമാരുടെ പരാതിയിൽ പറയുന്നു. എറണാകുളം നോർത്ത് പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ സമാനമായ രീതിയിൽ നടിമാർക്കെതിരെ ഇയാൾ മോശം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. നടി നിത്യ മേനോനെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ശല്യം ചെയ്തതിന് ഇയാളെ പാലരുവട്ടം പോലീസ് താക്കീത് ചെയ്തിരുന്നു. നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ട് എന്ന ചിത്രത്തിന്റെ റിവ്യൂവിലൂടെ സന്തോഷ് വർക്കി പ്രശസ്തനാകുന്നത്. തുടർന്ന് ആറാട്ടണ്ണൻ എന്ന വിളിപ്പേരും കിട്ടുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. പെൺമക്കളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒട്ടേറെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. കൊല്ലം അഞ്ചലിൽ 15-കാരിയായ പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത് അയൽവാസിയായ 51-കാരനാണ്. അഞ്ചൽ കരുകോൺ സ്വദേശി നാസർ പലതവണയാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പീഡന വിവരം കുട്ടി ബന്ധുക്കളെ അറിയിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ഇതോടെ ഒളിവിൽ പോയ പ്രതിയെ തിരുവനന്തപുരം വേളിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചൽ കരുകോൺ തോട്ടുങ്കര പുത്തൻ വീട്ടിൽ 51-കാരനായ ബൈക്ക് നാസർ എന്ന നാസറിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 15-കാരിയെ നാസർ പലതവണ പീഡിപ്പിച്ചുവെന്നാണ് കുട്ടി പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. നിരന്തരമായ പീഡനം സഹിക്കാൻ കഴിയാതെ വന്നതോടെ പെൺകുട്ടി വിവരം ബന്ധുക്കളെ അറിയിച്ചു. പരാതിയെ തുടർന്ന് കുട്ടിയുടെ രഹസ്യമൊഴിയെടുത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുടുങ്ങുമെന്നായപ്പോൾ പ്രതി നാസർ ഫോൺ ഓഫാക്കി സ്ഥലം വിട്ടു. എന്നാൽ ഒളിവിൽ കഴിയുമ്പോൾ പ്രതി മറ്റൊരു ഫോൺ ഉപയോഗിച്ചതോടെ പോലീസിന് കാര്യങ്ങൾ എളുപ്പമായി. പ്രതി തിരുവനന്തപുരത്തുണ്ടെന്ന് മനസ്സിലാക്കിയ അഞ്ചൽ പോലീസ് വേളിയിൽ നിന്നാണ് നാസറിനെ പിടികൂടിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അഞ്ചൽ പോലീസിൽ ഇയാൾക്കെതിരെ 10ഓളം കേസുകളുണ്ട്. നാസറിനെതിരെ ഏരൂർ, കടക്കൽ, നൂർനാട് പോലീസ് സ്റ്റേഷനുകളിലും കേസുകളുണ്ട്. അഞ്ചൽ SHO ഹരീഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ, രജ്ബീർ, സിവിൽ പോലീസ് ഓഫീസർ സാബു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 കൊല്ലം. പോലീസിൽ നിന്നോ CBIയിൽ നിന്നോ കസ്റ്റംസിൽ നിന്നോ ജഡ്ജിയിൽ നിന്നോ ആണെന്ന് അവകാശപ്പെടുന്ന അജ്ഞാത നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഭീഷണി കോളുകൾ ലഭിക്കുകയാണെങ്കിൽ പരിഭ്രാന്തരാകരുത്. ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യുക. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ ജാഗ്രതാ നിർദ്ദേശം കുറച്ച് നാളുകളായി ഫോണിലൂടെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇപ്പോഴും ഇതുപോലുള്ള ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് തുടരുകയാണ്. മലപ്പുറം എടപ്പാൾ സ്വദേശിനിയിൽ നിന്ന് ഇങ്ങനെ 93 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്.
കേസിൽ 3 പേർ കൂടി മലപ്പുറത്ത് അറസ്റ്റിലായി. നെടിയിരിപ്പ് സ്വദേശി സജീർ, പുൽപ്പറ്റ സ്വദേശി സൽമാൻ, മൊറയൂർ സ്വദേശി ഷിഹാബുദ്ദീൻ എന്നിവരെയാണ് മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. എടപ്പാൾ സ്വദേശിനിയുടെ മൊബൈൽ നമ്പറിലേക്ക് വിവിധ നമ്പറുകളിൽ നിന്ന് വിളിച്ച് മുംബൈ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. പരാതിക്കാരിയുടെ പേരിൽ മുംബൈയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഭീഷണിപ്പെടുത്തി. തുടർന്ന് മുംബൈ പോലീസ് ഓഫീസറുടെ വേഷത്തിൽ വാട്സാപ്പിലൂടെ വീഡിയോ കോൾ ചെയ്ത് പണം ആവശ്യപ്പെടുകയായിരുന്നു. മാനസിക സമ്മർദ്ദത്തിലായ അവർ ഭീതി മൂലം 93 ലക്ഷം രൂപ പ്രതികൾക്ക് അയച്ചു കൊടുത്തു. സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മലപ്പുറം പോലീസ് കേസെടുത്തത്. ബാങ്ക് അക്കൗണ്ടുകൾ പ്രതിഫലം നൽകി വാടകയ്ക്കെടുത്ത് തട്ടിപ്പുകൾക്ക് നൽകുന്ന ഇടനിലക്കാരായ സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് കേസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇത്തരം തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം പിൻവലിച്ച ആളുകളെയാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ 4 പേർ നേരത്തെ പിടിയിലായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം DCRB ഡിവൈഎസ്പി ജയചന്ദ്രന്റെ മേൽനോട്ടത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ IC ചിത്രരഞ്ജനാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. നമ്മുടെ നാട്ടിൽ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി നൽകുന്ന പല തട്ടിപ്പ് സംഘങ്ങളുമുണ്ട്. വിദേശത്തേക്ക് പോകാനോ നല്ലൊരു ജോലിക്കോ ശ്രമിക്കുമ്പോഴാണ് പലരും പിടിക്കപ്പെടുന്നത്. കൊല്ലം പത്തനാപുരം സ്വദേശി പ്രവീൺ ഇങ്ങനെ BTech പാസ്സായതിൻ്റെ വ്യാജ സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തിയിരുന്നു. അതിൽ പിടിക്കപ്പെട്ടപ്പോഴാണ് കേരള സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി നൽകുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. സിനിമാ പ്രവർത്തകനും കൊല്ലം പള്ളിക്കൽ സ്വദേശിയുമായ അനസീനാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ. കേസിൽ പ്രതി അനസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ സംഘത്തിലുള്ള യുവതി ഉൾപ്പെടെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഗൾഫിലെ ജോലിക്കായി പത്തനാപുരം സ്വദേശി പ്രവീൺ നോർക്കയിൽ സമർപ്പിച്ച BTech സർട്ടിഫിക്കറ്റാണ് അന്വേഷണത്തിലേക്ക് വഴി തുറന്നത്. സർട്ടിഫിക്കറ്റിൽ സംശയം തോന്നിയ നോർക്ക അധികൃതർ പരിശോധനയ്ക്കായി കേരള സർവകലാശാലയ്ക്ക് കൈമാറി. കൊല്ലം ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് BTech പാസ്സായി എന്നായിരുന്നു പ്രവീണിന്റെ അവകാശവാദം. ഇയാൾ കോളേജിൽ പഠിച്ചിരുന്നുവെന്നും എന്നാൽ കോഴ്സ് പൂർത്തിയാക്കിയിട്ടില്ലെന്നും പരിശോധനയിൽ വ്യക്തമായി. ഇതോടെയാണ് കന്റോൺമെന്റ് പോലീസ് അന്വേഷണം ഏറ്റെടുത്തത്. കോഴ്സ് സർട്ടിഫിക്കറ്റിനായി കോളേജിൽ ചെന്ന തനിക്ക് പള്ളിക്കൽ സ്വദേശിയായ യുവതിയാണ് BTech സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു നൽകിയതെന്ന് പ്രവീൺ പോലീസിന് മൊഴി നൽകി. 2,68,000 രൂപയ്ക്കാണ് യുവതി പ്രവീണിന് സർട്ടിഫിക്കറ്റ് വിറ്റത്. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ അനസിന്റെ പങ്ക് വ്യക്തമായി. അനസാണ് ഇതിനു പിന്നിലെന്ന് യുവതി പോലീസിനെ അറിയിച്ചു. തിരുവനന്തപുരം പുന്നയ്ക്കാമുകളിലെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് ഇന്നലെ രാത്രി അനസിനെ കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പള്ളിക്കൽ സ്വദേശിയായ യുവതിയെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. എത്ര പേർക്ക് ഇവർ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകിയെന്നതിന്റെ പരിശോധനയിലാണ് പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. പല ജ്വല്ലറികളും സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് സ്വർണ്ണനിധി എന്ന പേരിലൊക്കെ പണം വാങ്ങാറുണ്ട്. ഓരോ മാസവും തവണകളായി പണം നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് സ്വർണം കിട്ടുമെന്ന് വലിയ പരസ്യവും കൊടുക്കും. എന്നാൽ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ജ്വല്ലറികളെക്കുറിച്ചും അറിയണം. മലപ്പുറം എടപ്പാളിൽ നിക്ഷേപകരിൽ നിന്ന് കോടികൾ വാങ്ങി തട്ടിപ്പ് നടത്തിയത് ഭീമ ജ്വല്ലറി ഉടമകളാണ്. പിന്നീട് പണവും സ്വർണവും നൽകാതെ അവർ ജ്വല്ലറിയും പൂട്ടി മുങ്ങിയിരുന്നു. കേസിൽ പാർട്ട്ണർമാരായ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പേർ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം.
എടപ്പാൾ ഐലക്കാട് പെരിയങ്ങാട് വളപ്പിൽ അബ്ദുൽ ലത്തീഫ്, ഐലക്കാട് പെരിഞ്ചേരി ഹൌസിൽ അബ്ദുൾ റഹ്മാൻ, കാലടി പൂക്കളത്ത് വളപ്പിൽ കുഞ്ഞു മുഹമ്മദ്, പൂക്കാത്ത് വളപ്പിൽ മൊയ്തീൻകുട്ടി എന്നിവരെയാണ് 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത്. ഇവരെ ഇന്നലെ എടപ്പാളിലെ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുത്തു. എടപ്പാൾ തൃശൂർ റോഡിൽ പ്രവർത്തിച്ചിരുന്ന ദീമ ജ്വല്ലറിക്കെതിരെയാണ് നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തിയത്. ഒരു മാസം മുൻപാണ് ഇവർ ജ്വല്ലറി പൂട്ടി ഒളിവിൽ പോയത്. നിക്ഷേപിച്ച പണം തിരികെ നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി 1.3 കോടി രൂപ നഷ്ടപ്പെട്ട 2 പേർ പോലീസിൽ പരാതി നൽകിയതോടെ കേസെടുത്ത് അന്വേഷണം നടത്തുകയായിരുന്നു. തുടർന്ന് പണം നഷ്ടപ്പെട്ട ഒട്ടേറെ പേർ പരാതിയുമായി രംഗത്തെത്തി. കോടികളാണ് പലർക്കും ലഭിക്കാനുള്ളതെന്നാണ് വിവരം. പാർട്ട്ണർമാരായ 4 പേരെ അറസ്റ്റ് ചെയ്തു. 2 പേർ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം. ഇവരെ പിടികൂടാനായിട്ടില്ല. ഇന്നലെ പ്രതികളെ ജ്വല്ലറിയിൽ എത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ 300 ഗ്രാം സ്വർണമാണ് കണ്ടെടുക്കാനായത്. കുറച്ച് വെള്ളി ആഭരണങ്ങളും ലഭിച്ചതായി ചങ്ങരംകുളം CI S ഷൈൻ അറിയിച്ചു. പണമിടപാട് സംബന്ധിച്ച് ഏതാനും രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് തൊഴിൽ തേടിയെത്തിയവരിൽ ക്രിമിനൽ സംഘങ്ങളുമുണ്ട്. പകൽ ജോലിയും രാത്രി മോഷണവും തൊഴിലാക്കിയവർ. UP സ്വദേശി സാജൻ ഖാൻ ഇതിനായി നമ്മുടെ നാട്ടിലെത്തിയതാണ്. കഴിഞ്ഞ നവംബറിൽ മലപ്പുറം തിരൂരിൽ 2.5 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയ കേസിന്റെ അന്വേഷണത്തിലാണ് ഇയാളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. തിരൂർ ഫോറിൻ മാർക്കറ്റിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയ കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ നവംബറിൽ തിരൂർ മുനിസിപ്പൽ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഷോപ്പിൽ നിന്നും 2.5 ലക്ഷം രൂപ വിലമതിക്കുന്ന 12 മൊബൈൽ ഫോണുകളാണ് മോഷണം പോയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്നും പ്രതികളെ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ സംഭവത്തിന് ശേഷം നാടുവിട്ട പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. UP സ്വദേശി സാജൻ ഖാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. അതിനിടെ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മുംബൈയിൽ നിന്നും സാജൻ ഖാനെ പിടികൂടുന്നത്. പിടികൂടിയ പോലീസ് സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ വിനു, സീനിയർ പോലീസ് ഓഫീസർമാരായ അരുൺ, രതീഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസറായ അഫ്സൽ എന്നിവരുമുണ്ടായിരുന്നു. മോഷണം നടത്താൻ കൂടെയുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളെ പറ്റിയും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. UPയിൽ നിന്നും തൊഴിൽ തേടിയെത്തിയവർ പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുകയും രാത്രി മോഷണം നടത്തുകയുമായിരുന്നു രീതി. പിടിയിലായ സാജൻ ഖാന് സംസ്ഥാനത്തെ മറ്റേതെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ. MDMAയുടെയും കഞ്ചാവിന്റെയും വിൽപ്പന തൊഴിലായി സ്വീകരിച്ച യുവാവ് എക്സൈസിന്റെ വലയിൽ വീണ കേസാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. തൃക്കാക്കര സ്വദേശി സഫലാണ് രാസലഹരി വിൽപ്പന സ്വയം തൊഴിലായി സ്വീകരിച്ചത്. പകൽ കാറിൽ കറങ്ങി ആവശ്യക്കാർക്ക് ലഹരി എത്തിക്കുന്നതായിരുന്നു ഇയാളുടെ രീതി. എന്തായാലും എക്സൈസ് വിരിച്ച വലയിൽ പ്രതി കുടുങ്ങിയിട്ടുണ്ട്. എറണാകുളം ഭാഗത്ത് MDMA വലിയ തോതിൽ മൊത്തക്കച്ചവടം നടത്തുന്ന തൃക്കാക്കര സ്വദേശി സഫലിനെയാണ് കുര്യൻമലയിൽ നിന്ന് എക്സൈസ് സംഘം പിടികൂടിയത്. പുലർച്ചെ സമയങ്ങളിൽ എറണാകുളത്ത് നിന്ന് കാറിലെത്തി പൊഴക്കാപ്പിള്ളിയിലും മൂവാറ്റുപുഴയിലെ മറ്റ് സ്ഥലങ്ങളിലും സ്ഥിരമായി MDMA വിൽക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ നിരീക്ഷണത്തിലും പരിശോധനയിലുമാണ് സഫലിനെ പിടികൂടിയത്. സഫലിന്റെ പക്കൽ നിന്ന് 17.5 ഗ്രാം കഞ്ചാവും 0.9 ഗ്രാം MDMAയും
MDMA ഉപയോഗിക്കുന്നതിനുള്ള ഗ്ലാസ് ട്യൂബുകളും മൊബൈൽ ഫോണും പണവും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാൾ സ്ഥിരമായി MDMA വിൽപ്പന നടത്തുന്നതും ഉപയോഗിക്കുന്ന ആളുമാണെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു. അയാളുടെ കയ്യിൽ നിന്ന് MDMA ഉപയോഗിക്കുന്ന പൈപ്പും മറ്റു വസ്തുക്കളും പിടികൂടിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ NDPS കേസെടുത്തിട്ടുണ്ട്. കേസിലെ ഈ റെൽവിൻ രാജുവിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ച് അന്വേഷണം നടന്നു വരുന്നേ ഉള്ളൂ. നിലവിൽ ഈ സഫലിനെ പ്രതി ചേർത്ത് കേസെടുക്കുകയും തുടരന്വേഷണം നടന്നു വരുന്നതുമാണ്. സഫലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് ഫേസ് 2 അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധനയാണ് മൂവാറ്റുപുഴ എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജയകുമാർ, പ്രിവന്റീവ് ഓഫീസർ ഷബീർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റഹീം, നൌഷാദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത, ഡ്രൈവർ ജയൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട് കുളപ്പടിയിൽ യുവാവിനെ തലക്കിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. കുളപ്പടി സ്വദേശി ഈശ്വരൻ എന്ന ഒടിയനെയാണ് മണ്ണാർക്കാട് SC/ST സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. കഴിഞ്ഞ വർഷം ജൂണിലാണ് വീടിന്റെ തിണ്ണയിൽ ഉറങ്ങുകയായിരുന്ന പണലിയെ ഇയാൾ ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. യുവാവിനെ മരവടി കൊണ്ട് തലക്കിടിച്ച് ഗുരുതരമായി പരുക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. പെരുമ്പാവൂരിൽ വീടുകൾ കുത്തിത്തുറന്ന പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. അസം സ്വദേശി അമിത്തിനെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ നവംബറിൽ പോഞ്ഞാശ്ശേരിയിലുള്ള മുജീബ് റഹ്മാന്റെ വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന പണവും മൊബൈൽ ഫോണും കവർന്ന കേസിലാണ് നടപടി. തുടർന്ന് കഴിഞ്ഞ ജനുവരിയിൽ വെങ്ങോല സ്വദേശിനിയുടെ വീട്ടിൽ പണവും മൊബൈൽ ഫോണും ഇയാൾ തന്നെ മോഷ്ടിച്ചിരുന്നു. ഈ കേസിൽ പിടിയിലായി ചോദ്യം ചെയ്തപ്പോഴാണ് പോഞ്ഞാശ്ശേരിയിലെ മോഷണവും തെളിഞ്ഞത്. എറണാകുളം കുന്നത്തുനാട്ടിൽ ആൾമാറാട്ടം നടത്തി വ്യാജരേഖകൾ ചമച്ച് പണം തട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. പാലക്കാട് ആലത്തൂർ സ്വദേശി അദ്വൈത് ഭരതിനെയാണ് കുന്നത്തുനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കരിമുകളിൽ താമസിക്കുന്ന വയലാർ സ്വദേശിനിയായ വീട്ടമ്മയുടെ പരാതിയിലാണ് നടപടി. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വീട്ടമ്മയുടെ പേരിൽ പണം തട്ടിയെടുത്തെന്നാണ് പരാതി. ആലുവയിൽ വാഹനമോഷണം നടത്തിയ കേസിൽ പ്രായപൂർത്തിയാകാത്ത 2 പേർ ഉൾപ്പെടെ 5 പ്രതികൾ പിടിയിൽ. ആലുവ മാർക്കറ്റിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ മോഷ്ടിച്ച കേസിൽ പേടക്കാപ്പള്ളി സ്വദേശി ഷാജി, മൂവാറ്റുപുഴ സ്വദേശി സുനിൽ കുമാർ, തോന്നിക്കോട് സ്വദേശി ബിനോയ്, പ്രായപൂർത്തിയാകാത്ത 2 പേർ എന്നിവരെയാണ് ആലുവ പോലീസ് പിടികൂടിയത്. പ്രതികൾ സ്ഥിരം മോഷ്ടാക്കളും പലതവണ ജയിൽ ശിക്ഷ അനുഭവിച്ചവരുമാണ്. എറണാകുളത്ത് രാസലഹരിയുമായി യുവാവ് പിടിയിൽ. ഡാൻസ് ആപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആലപ്പുഴ തണ്ണീർമുക്കം സ്വദേശി വൈഷ്ണവ് കുടുങ്ങിയത്. ഇയാളിൽ നിന്നും 8 LSD സ്റ്റാമ്പുകൾ പിടിച്ചെടുത്തു. യുവാക്കൾക്കിടയിൽ രാസലഹരി വിൽപ്പന നടത്തുന്ന പ്രധാനിയാണ് വൈഷ്ണവ് എന്നാണ് ഡാൻസ് ആപ്പ് സംഘം നൽകുന്ന വിവരം. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും സൗഹൃദം നടിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്യുകയും സാമ്പത്തികമായി തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന ബിരുദന്മാരെ സൂക്ഷിക്കണം. സമൂഹ മാധ്യമങ്ങളിലെ കെണിയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറുണ്ടെങ്കിലും നിരവധി പെൺകുട്ടികളും വീട്ടമ്മമാരും ഇപ്പോഴും ഇരകളാകാറുണ്ട്. ഇങ്ങനെ ഫേസ്ബുക്ക് സൃഷ്ടിച്ച പ്രത്യേക ഗ്രൂപ്പിലൂടെ പരിചയപ്പെട്ട് പത്തനംതിട്ട സ്വദേശിയായ വീട്ടമ്മയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയത് കോഴിക്കോട്ടുകാരനായ യുവാവാണ്. മാവൂർ സ്വദേശി പ്രജിത്ത് 1 വർഷത്തിനിടെ പല തവണയായി 52കാരിൽ നിന്നും തട്ടിയെടുത്തത് 7 ലക്ഷത്തോളം രൂപയാണ്. താൻ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായപ്പോഴാണ് വീട്ടമ്മ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. കേസിൽ പ്രതി പ്രജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ ഇങ്ങനെ വേറെയും തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയുള്ള സൗഹൃദങ്ങളിൽ അപകടം പതിയിരിപ്പുണ്ടെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല കേട്ടോ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.